മോക്ക് വേണ്ടെങ്കിലും കുഞ്ഞിന് വേണം, അതുകൊണ്ട് എനിക്ക് കുറച്ച് അമ്മയ്ക്ക് വേണ്ടി കഴിക്ക്. ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു അഗ്നി. പെട്ടെന്ന് പുറകിൽ കാൽ പെരുമാറ്റം അറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി. വർമ്മയെ കണ്ടതും അവനിൽ സ്ഥിരം പുച്ഛം നിറഞ്ഞു. എന്താ വർമ്മ സർ ഇങ്ങോട്ട്? അഗ്നി, നിന്റെ പുച്ഛം കാണാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. വർമ്മയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അഗ്നി ചോദിച്ചു. പിന്നെ എന്തിനാണാവോ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത്? മിത്രയുടെ കാര്യമാണ്. അവളെ ഇവിടെ പിടിച്ചു നിർത്താനാണോ ഉദ്ദേശം? അതെ, അവളുടെ ആയുസ് ഒടുങ്ങുന്നത് വരെ മിത്ര അഗ്നിയുടെ കൺവെട്ടത് തന്നെ ഉണ്ടാകും. സ്ഥിരം ഗൗരവത്തോടെ തന്നെ അഗ്നി മറുപടി നൽകി. ആരുടെ അഗ്നി നിന്റെ വാശി? ആ കുട്ടിയെ ഇനി നീ ഉപദ്രവിക്കരുത്. നീ കാരണം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു അവൾ. ഇനിയും വേണ്ട അഗ്നി. നീ കാരണം അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സന്തോഷങ്ങളുമെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. വർമ്മയുടെ വാക്കുകൾ അവനിൽ ദേഷ്യം തോന്നിച്ചു. എൻ്റെ മനസ്സുകൊണ്ട് മരുമകളായി ഞാൻ തിരഞ്ഞെടുത്തത് മിത്രയെയാണ്. എന്നാൽ അവളത് നിഷേധിച്ചു. അത്രത്തോളം മിത്രയുടെ മനസ്സിൽ നിന്നോട് വെറുപ്പാണ്. അവസാനത്തെ വാക്ക് കേട്ടതും അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. മതി, നിർത്ത്. എന്നെ കുറ്റപ്പെടുത്താനുള്ള എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക്? നിങ്ങളൊരു നല്ല അച്ഛനാണോ? ആയിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ നിന്ന് കുറ്റപ്പെടുത്തേണ്ടി വരില്ലായിരുന്നു. നിന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ നീ ശ്രമിക്കുവാണോ? എന്നെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ഒരേ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. എൻ്റെ അമ്മ, നിങ്ങളുടെ ഭാര്യ ലക്ഷ്മി എങ്ങനെയാണ് മരിച്ചത്? അവൻ്റെ ചോദ്യം വർമ്മയെ അത്ഭുതപ്പെടുത്തി. അഗ്നി, എന്താ ഇത്? ഇതിലേക്ക് ലക്ഷ്മിയെ എന്തിനാ വലിച്ചിടുന്നത്? ജാനകിയുടെ നിർബന്ധം കൊണ്ട് മിത്ര പതിയെ പുറത്തേക്ക് ഇറങ്ങി. അവൾ വരാന്തയിലൂടെ നടന്നതും ഒരു അലർച്ച കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ നടന്നു. ആദ്യം വർമ്മ സാർ മറുപടി പറ, എന്നിട്ട് നോക്കാം. സ്റ്റെയറിൽ നിന്ന് വീണു. നിങ്ങൾ കണ്ടോ? എന്ത്? എൻ്റെ അമ്മ സ്റ്റെയറിൽ നിന്ന് വീണ് മരിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? അഗ്നി, നിന്നോട് ഞാൻ പറഞ്ഞു നിന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ അതിലേക്ക് ലക്ഷ്മിയെ വലിച്ചിഴക്കരുത് എന്ന്. ലക്ഷ്മി, എൻ്റെ അമ്മയുടെ പേര് പറയാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല. അത്രയ്ക്ക് നീചനാണ് നിങ്ങൾ. നീ പരിധി കടക്കുന്നു അഗ്നി. നിങ്ങളാണ് വെളിച്ചത്തിലേക്ക് വരാത്തത്. കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്നതാണ്. അടുക്കളയിൽ ഒരു ജോലിക്കാരിയെ പോലെ പണിയെടുക്കുന്ന എൻ്റെ അമ്മയെ എപ്പോഴെങ്കിലും നിങ്ങൾ എൻ്റെ അമ്മയെ ചേർത്ത് നിർത്തി നിനക്ക് സുഖമാണോ ലക്ഷ്മി എന്ന് ചോദിച്ചിട്ടുണ്ടോ? അഗ്നി, നീ പറഞ്ഞു എങ്ങോട്ടാ പോകുന്നത്? ലക്ഷ്മിയെ റാണിയെ പോലെയാണ് ഞാൻ നോക്കിയത്. അവൾക്കൊന്നിനൊരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. അവൾക്ക് വേണ്ടി എൻ്റെ അമ്മയെയും സ്വത്തുക്കളെയും എല്ലാം ഉപേക്ഷിച്ചതാ ഞാൻ. അതിലെനിക്ക് ഇന്ന് ഈ നിമിഷം വരെ പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. അത്രത്തോളം അവൾ എന്നെ സ്നേഹിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു ജോലിക്കാരിക്ക് പകരം എൻ്റെ അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയത്. ബിസിനസ് എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെയും എന്നെയും ഇവിടെ തനിച്ചാക്കി പോയപ്പോൾ അമ്മ ഇവിടെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ? എവിടെ? ബിസിനസ്സിലെ ഉയർച്ചയും സമ്പാദ്യവും അത് മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അതിനിടയിൽ എന്നെയും അമ്മയെയും നിങ്ങൾ മറന്നു. പോട്ടെ, അമ്മ മരിച്ചതിന് ശേഷം ഒറ്റപ്പെട്ടു നിന്നൊരു മകനുണ്ടായിരുന്നു നിങ്ങൾക്ക്. അമ്മ മാത്രമാണ് ലോകമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞവൻ. അവനെക്കുറിച്ച് ഓർത്തോ നിങ്ങൾ? അച്ഛനൊന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ആ മകൻ അനുഭവിച്ച വേദന, ഒറ്റപ്പെടൽ, ഏകാന്തത, മാനസിക സംഘർഷം എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നോ? അഗ്നിയുടെ ചോദ്യത്തിന് മുൻപിൽ പതറിപ്പോയിരുന്നു വർമ്മ. തൻ്റെ മകൻ്റെ ചോദ്യങ്ങൾക്കൊന്നും തൻ്റെ കയ്യിൽ ഉത്തരമില്ലെന്ന് വർമ്മ വേദനയോടെ മനസ്സിലാക്കി. അഗ്നി, എന്നോട് ക്ഷമിക്കണം മോനെ. അവസാനത്തെ വാക്ക് പറയുമ്പോൾ ശബ്ദം ഇടറിക്കൊണ്ട് കുറ്റബോധത്തോടെ നോക്കി. ആ വാക്ക് അവനിൽ വീണ്ടും വീണ്ടും നിറച്ചത് തികഞ്ഞ പുച്ഛം മാത്രമായിരുന്നു. 5 വയസ്സുള്ള ആ കുട്ടിക്ക് അയാളോട് ക്ഷമിക്കാനാവില്ലായിരുന്നു. അത്രത്തോളം അവൻ്റെ മനസ്സിൽ ആ മുറിവുകൾ ആഴ്ന്നിറങ്ങി. ക്ഷമ, ആ വാക്ക് പറയാൻ എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക്? ഒരിക്കലും നിങ്ങൾക്ക് മാപ്പർഹിക്കുന്നില്ല. നിങ്ങളൊരു നല്ല അച്ഛനെയോ ഒരു നല്ല ഭർത്താവോ അല്ല. എന്തിന്, ഒരു മനുഷ്യൻ പോലുമല്ല. അമ്മയോട് സംസാരിച്ച് എപ്പോഴെങ്കിലും അമ്മയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അതിന് പരിഹാരം കണ്ടിരുന്നുവെങ്കിൽ ഇന്നും എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അഗ്നി, വേണ്ട, എന്നെ വിളിക്കണ്ട. എനിക്ക് നിങ്ങളെ കാണണ്ട. അത്രയ്ക്ക് വെറുപ്പായി എനിക്ക് നിങ്ങളോട്. ഒറ്റപ്പെട്ടു പോയ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ അച്ഛൻ്റെ സാമീപ്യം. ഭയന്ന് നിലവിളിച്ചിരുന്ന രാത്രികളിൽ എന്നെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ വരുമെന്ന് വെറുതെ സ്വപ്നം കണ്ടിരുന്നു. എന്നിട്ടോ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. നിങ്ങൾ എന്നെ സ്വയം ഒളിച്ചോടിക്കൊണ്ടിരുന്നു. ഇതുവരെ കിട്ടാത്ത നിങ്ങളുടെ സ്നേഹവും കരുതലും ഇനിയും വേണ്ട അഗ്നിക്ക്. ദുഃഖങ്ങളിൽ നിന്നും ഒളിച്ചോടുകയായിരുന്നു നിങ്ങൾ. അഗ്നിയെക്കുറിച്ച് നിങ്ങൾ ഓർത്തില്ല.
അങ്ങനെ ഒരു മകനുണ്ടെന്ന് പോലും നിങ്ങൾ മറന്നുപോയിരുന്നു. നിറഞ്ഞു വന്ന തൻ്റെ കണ്ണുകളെ അമർത്തി അടച്ചുകൊണ്ട് കണ്ണുനീരിനെ സ്വതന്ത്രമാക്കി വിട്ടിരുന്നു അഗ്നി. അഗ്നിയുടെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ 2 കണ്ണുനീർ തുള്ളികൾ ഭൂമിയിലേക്ക് പതിച്ചു. ആ കാഴ്ച പിതാവിൻ്റെ ഹൃദയത്തെ 1000 കഷ്ണങ്ങളായി കീറിമുറിക്കുന്നത് പോലെ തോന്നി വർമ്മയ്ക്ക്. തൻ്റെ മകൻ്റെ ഈ അവസ്ഥ ആദ്യമായിട്ടായിരുന്നു ആ അച്ഛൻ അഗ്നിയെ ഇങ്ങനെ കാണുന്നത്. അത് കണ്ടു നിൽക്കാൻ അയാൾക്ക് സാധിച്ചില്ല. ഇത്രത്തോളം ഞാൻ എൻ്റെ മകനെ വിഷമിപ്പിച്ചിരുന്നു, അത്രത്തോളം അവൻ അനുഭവിച്ചിരുന്നുവോ എന്ന് പോലും വർമ്മ ചിന്തിച്ചു പോയി. കാരണം എല്ലാവരും അറിയുന്ന അഗ്നി ഇങ്ങനെയല്ല. അവന് കരയാൻ അറിയില്ല, കരയിക്കാൻ മാത്രമേ അറിയൂ. മോനെ, അഗ്നിയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവൻ്റെ കണ്ണുനീർ തുടക്കാനായി തൻ്റെ വിറയ്ക്കുന്ന കൈകൾ ഉയർത്തി വർമ്മ. എന്നാൽ അവൻ 2 അടി പുറകോട്ട് നീങ്ങി നിന്നു. നിങ്ങളുടെ തിരക്കുകളും പലതിനോടുമുള്ള അമിത താല്പര്യവും ഇല്ലാതാക്കിയത് എൻ്റെ അമ്മയാണ്. പിന്നെ എൻ്റെ സ്വപ്നങ്ങൾ, നശിച്ചുപോയ ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം അഗ്നിയെ ക്രൂരനാക്കി, ചെകുത്താനാക്കി. മിത്രയോട് ഞാൻ തെറ്റ് ചെയ്തു, സമ്മതിച്ചു. എന്നെ തെറ്റ് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. അഗ്നി അങ്ങനെയാകാൻ നിങ്ങളും ഒരു കാരണമാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തിയാണ് എന്നെക്കൊണ്ട് മിത്രയോട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. അഗ്നി, നീ സ്വന്തം തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ? എത്രയൊക്കെ ന്യായങ്ങൾ നികത്തിയാലും നീ ചെയ്ത തെറ്റല്ലാതാവില്ല. ആ തെറ്റ് മറക്കാൻ മറ്റുള്ളവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. മിത്രയോട് അഗ്നി ചെയ്തത് തെറ്റാണ്, തെറ്റു തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല ഞാൻ. അതുകൊണ്ടാണ് മിത്രയെ സ്പർശിച്ച ഈ കൈകൊണ്ട് അഗ്നി ഇന്നുവരെ മറ്റൊരു പെണ്ണിനെ സ്പർശിച്ചിട്ടില്ല. എന്തിന് അത്തരമൊരു കണ്ണുകൊണ്ട് നോക്കിയിട്ട് പോലുമില്ല. എന്തിന് ഇന്ന് അഗ്നിയുടെ ശ്വാസത്തിന് പോലും നിറഞ്ഞു നിൽക്കുന്നത് മിത്ര എന്ന പേര് മാത്രമാണ്. എൻ്റെ കുഞ്ഞിന് പോലും അവൾ കഴിഞ്ഞിട്ടേ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ളൂ. അതാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അഗ്നിക്കില്ല. എന്തിന് മിത്രയെ പോലും? പിന്നെ ന്യായീകരണം എന്തിന്? ന്യായീകരണങ്ങൾ ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കില്ലായിരുന്നുവെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു മണ്ടനെ പോലെ നിങ്ങൾക്ക് ജീവിച്ചു തീർക്കേണ്ടി വരും. മറ്റുള്ളവർ ചരട് വലിക്കുന്ന വെറും പാവയെ പോലെ ജീവിക്കുകയാണ് നിങ്ങളിപ്പോൾ. അവർ പത്മാവതി, അവരാണ് നിങ്ങളെ ഒരു പൊട്ടനാക്കി മാറ്റുന്നത്. അഗ്നി പറയുന്ന വാചകങ്ങളുടെ പൊരുൾ വർമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിലും തൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തിയത് അയാൾക്ക് കേട്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അത്രത്തോളം വർമ്മയിലെ മകൻ പത്മാവതി എന്ന തൻ്റെ അമ്മയെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. അഗ്നി, മതി. നീ സംസാരിക്കുന്നത് സ്വന്തം മുത്തശ്ശിയെക്കുറിച്ചാണ് എന്ന് ഓർമ്മ വേണം. അഗ്നിയുടെ ചൊടികളിൽ പുച്ഛം മാത്രം തങ്ങി നിന്നു. ഒപ്പം അവൻ്റെ കണ്ണുകളിൽ അടങ്ങാത്ത വെറുപ്പും ദേഷ്യവും. അങ്ങനെ എന്തൊക്കെയോ. മുത്തശ്ശി, ആ വാക്കിന് അവർ യോഗ്യരല്ല. എൻ്റെ മനസ്സിൽ അവരോടുണ്ടായിരുന്ന അവസാനത്തുള്ളി മതിപ്പും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നവരെൻ്റെ കുഞ്ഞിന് ജീവന് വിലയിട്ടോ അന്ന് കുറിച്ചിട്ടാണ് ഞാൻ അവരുടെ അവസാനം. അഗ്നി, മതി. സംസാരിച്ച് എങ്ങോട്ട് പോകുന്നു? നിന്റെ വാക്കുകൾ അതിരി കടക്കുന്നു. 5 വയസ്സുള്ള എൻ്റെ മുൻപിൽ വെച്ച് എൻ്റെ അമ്മയെ തള്ളിയിട്ട് കൊന്ന അവരെക്കുറിച്ച് ഇങ്ങനെ പെരുമാറാനേ, ഇങ്ങനെ സംസാരിക്കാനേ എനിക്ക് കഴിയൂ. അത്രത്തോളം എൻ്റെ മനസ്സിൽ അവരോട് വെറുപ്പും അടങ്ങാത്ത പകയുമുണ്ട്. വർമ്മയോടൊപ്പം തന്നെ എല്ലാം കേട്ടുകൊണ്ട് കതകിന് പുറകിൽ നിന്ന മിത്രയും ഞെട്ടി. അഗ്നിയുടെ ഓരോ വാക്കുകളും മിത്രയുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുകയായിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സിൽ നിറയെ 5 വയസ്സുകാരനായിരുന്നു. ഒറ്റപ്പെടലിൻ്റെ വേദനയറിഞ്ഞ 5 വയസ്സുകാരൻ. തൻ്റെ കൺമുൻപിൽ വെച്ച് തൻ്റെ അമ്മയുടെ കൊലപാതകം നേരിട്ട് കാണേണ്ടി വന്ന 5 വയസ്സുകാരൻ. മിത്രയുടെ ഹൃദയത്തിൽ ആദ്യമായി അഗ്നിയോടുള്ള സഹതാപത്തിൻ്റെ കണിക രൂപപ്പെടുകയായിരുന്നു ആ നിമിഷം. അമ്മയില്ലാത്ത തനിക്ക് അമ്മയുടെ സ്നേഹം കൂടെ ചേർത്തെപ്പോഴും അച്ഛൻ തന്നിരുന്നു. തന്നെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അച്ഛൻ്റെ മരണം വരെ ആ സ്നേഹം ആവോളം അനുഭവിച്ച് തന്നെയാണ് ഞാൻ ജീവിച്ചത്. എങ്കിലും ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അമ്മയുടെ കുറവ് ആർക്കും നികത്താൻ കഴിയുമായിരുന്നില്ല. അപ്പം 5 വയസ്സിൽ തൻ്റെ അമ്മയുടെ മരണം നേരിട്ട് കാണേണ്ടി വന്ന അഗ്നിക്ക് നേരിടേണ്ടി വന്ന ഒറ്റപ്പെടൽ, ഇതുവരെ കിട്ടാതെ പോയ സ്നേഹവും കരുതലും, ഇതെല്ലാമായിരുന്നു മിത്രയുടെ മനസ്സിൽ. ആ ഒറ്റപ്പെടൽ തന്നെയായിരിക്കാം അഗ്നിയെ ഇത്രത്തോളം ദുഷ്ടനാക്കി മാറ്റിയത്. പിന്നെ തന്നോടിങ്ങനെ ഒരു ക്രൂരത ചെയ്തത്. ഒരു നിമിഷം അന്നത്തെ രാത്രി മിത്രയുടെ മനസ്സിലേക്ക് വന്നതും കണ്ണുകൾ 2 മുറുകെ അടച്ച് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മിത്ര. അഗ്നിയോടൊരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാതെ വർമ്മയിരുന്നു. അയാളുടെ മുഖത്തേക്ക് നോക്കാതെ അഗ്നി മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. കിട്ടിയ തൻ്റെ കാലിൽ കയറി പോകുമ്പോൾ അഗ്നിയുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. അതേസമയം ഹൃദയം തകർന്ന ആ പിതാവ് ഒരിറ്റ ശ്വാസത്തിന് വേണ്ടി പിടയുകയായിരുന്നു.
അഗ്നി തൻ്റെ സ്ഥിരം സന്ദർശന സ്ഥലങ്ങളിൽ ഒന്നായ ബാറിലേക്കാണ് പോയത്. സ്പീഡിൽ വന്ന് തൻ്റെ കാർ വേഗത്തിൽ നിർത്തിക്കൊണ്ട് അഗ്നി അതിൽ നിന്ന് പുറത്തിറങ്ങി. കുറച്ച് ദിവസങ്ങളായി അഗ്നി പ്രദേശത്തേക്ക് വരത്തുപോലുമില്ല. തന്നെ അവൻ്റെ വരവിൽ പലർക്കും പന്തികേട് തോന്നി. എങ്കിലും അവരോട് നേരിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. ദേഷ്യത്തോടെ തന്നെ അതിനകത്തേക്ക് പ്രവേശിച്ചതും അവൻ്റെ മുൻപിലേക്ക് മദ്യത്തിൻ്റെ കുപ്പികൾ നിരന്നു വന്നു. ആരോടൊക്കെയോ ഉള്ള പക മനസ്സിലേക്ക് ഇരച്ചു വന്നതും അഗ്നി മദ്യത്തിൻ്റെ ബോട്ടിൽ വായിലേക്ക് കമഴ്ത്തി. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വന്നതിനു ശേഷം കതകടച്ച മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു ദുർഗ. തൻ്റെ മുറിയിലെ ഓരോ സാധനങ്ങളും ഒരു ഭ്രാന്തിയെ പോലെ അവൾ വലിച്ചെറിഞ്ഞു. ഒടുവിൽ തേടിയതെന്തോ കിട്ടിയതുപോലെ അവളുടെ കണ്ണുകൾ തിളങ്ങി. കയ്യിൽ കിട്ടിയ സിറിഞ്ച് തൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി ദുർഗ. തൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയ സിറിഞ്ചിലൂടെ തൻ്റെ ശരീരത്തിലേക്ക് കടന്നു കയറിയ ലഹരി ദുർഗയെ ഉന്മാദാവസ്ഥയിലാക്കി. ലഹരി അവൻ്റെ കീഴടക്കുമ്പോഴും അഗ്നിയോടുള്ള ഇഷ്ടത്തേക്കാൾ അവളിൽ നിറഞ്ഞു നിന്നത് മിത്രയോടുള്ള വെറുപ്പ് മാത്രമായിരുന്നു. വിടില്ല, നിന്റെ മരണം എൻ്റെ കൈകളിൽ തന്നെ ആയിരിക്കും. ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. തൻ്റെ മുറിയിലെ ജനാലിലൂടെ സ്പീഡിൽ പോകുന്ന അഗ്നിയുടെ കാറിനെ നോക്കിയിരിക്കുകയാണ് മിത്ര. അല്പം മുൻപ് അഗ്നിയിൽ നിന്ന് കേട്ട അഗ്നിയുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൾ. അന്നത്തെ 5 വയസ്സുകാരനിലേക്ക് അവളുടെ മനസ്സ് സഞ്ചരിച്ചു. അമ്മയാണ് ലോകമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് തൻ്റെ കൺമുൻപിൽ വെച്ച് അമ്മയുടെ മരണം കാണേണ്ടി വന്നാൽ അത് ആ കുട്ടി എത്രത്തോളം ബാധിക്കും? പോരാതെ ചേർത്ത് നിർത്തേണ്ട പിതാവ് തന്നിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നാലോ? ഒറ്റപ്പെട്ടു പോയ കുട്ടിക്ക് സ്വാഭാവികമായും എല്ലാവരോടും ദേഷ്യവും വാശിയും തോന്നും. ഒറ്റപ്പെട്ട യൗവനം, ആവശ്യത്തിലധികം സമ്പത്തും നിയന്ത്രിക്കാൻ ആളില്ലാത്ത ജീവിതവും അയാളെ ഇങ്ങനെയാക്കി. അതിൽ അയാളുടെ അച്ഛന് വലിയ പങ്കുണ്ട്. ഒരു നിമിഷം മിത്രയുടെ മനസ്സിലേക്ക് അഗ്നി തനിക്ക് വരുത്തിയ നഷ്ടങ്ങളെ ഓർമ്മ വന്നു. കണ്ണുകൾ ഇറുക്കി അടച്ച് അവൾ തൻ്റെ വയറിലേക്ക് കൈ ചേർത്തു. അയാളുടെ സാഹചര്യങ്ങൾ തന്നെയാണ് അയാളെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യിച്ചത്. എന്നാൽ എന്തിൻ്റെ പേരിലാണെങ്കിലും തന്നോട് ചെയ്ത തെറ്റ് ക്ഷമിച്ച് അയാളോട് പ്രണയം സ്വീകരിച്ച് ഒന്നിച്ചൊരു ജീവിതം നയിക്കാൻ മിത്ര തയ്യാറല്ല. എനിക്കതിന് സാധിക്കില്ല. അഗ്നിദേവിനൊപ്പം മാത്രമല്ല, ഗിരിയേട്ടനോടൊപ്പം മിത്ര ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ വാക്കിന് മറുപടി കൊടുക്കാതെല്ലാം കേട്ട് മൗനമായി നിന്നുകൊണ്ട് അവരത് പറയുന്നതിന് സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു ഗിരിയേട്ടൻ ചെയ്തത്. അന്നൊരു വാക്കുപോലും എതിർത്ത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മൗനമായി എല്ലാം കേട്ട് നിൽക്കുകയും ചെയ്തു. തനിക്ക് വേണ്ടി ഒരു വാക്കുപോലും സംസാരിക്കാൻ തയ്യാറാത്ത ആളുടെ കൂടെ ജീവിക്കാൻ ഞാനും തയ്യാറല്ല. അഗ്നി എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. അതൊരിക്കലും തള്ളിക്കളയാൻ തന്നെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ അയാളോടൊപ്പം ഒരു ജീവിതം തനിക്കതിന് കഴിയുകയുമില്ല. പക്ഷേ ആദ്യത്തെ അത്ര വെറുപ്പിപ്പോൾ തനിക്ക് അയാളോട് തോന്നുന്നില്ല. എൻ്റെ ജീവിതം എൻ്റെ തീരുമാനമാണ് എന്ന് കരുതി എൻ്റെ കുഞ്ഞിന് അവൻ്റെ അച്ഛനെ നിഷേധിക്കില്ല മിത്ര.